ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേകതരം കറി ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 1 കിലോ ചിക്കൻ ഇരിപ്പുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നമുക്ക് ബാക്കി കാണാം. അപ്പോൾ എടുത്ത് വെച്ചാൽ ഞാൻ ഉപ്പ് പറഞ്ഞില്ലായിരുന്നു. ഉപ്പ് അറിയാമല്ലോ, എല്ലാവർക്കും നിർബന്ധമായിട്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നു. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. 1 കിലോയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഉപ്പ് അവനവൻ്റെ ആവശ്യത്തിന്, ഞാനിപ്പോൾ ഒരു കൈക്കണക്കാണ് ഉപ്പെടുത്തിട്ടു. ഇനി നമുക്ക് അടുത്തത് മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഞാൻ. ഒരു ടേബിൾ സ്പൂണാണിത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്കിത് ചതച്ച കുരുമുളകാണ്. ചതച്ച കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണല്ല, 1/2 ടേബിൾ സ്പൂൺ അതും ഇട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അവിടെ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടുന്ന അടുത്ത കാര്യങ്ങൾ നോക്കാം. ഒരു നല്ല വലിയ ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത് ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയൊരു ടൊമാറ്റോ ആണ്, അതും നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ സ്കിന്നും സീഡും കളഞ്ഞ്, നിങ്ങൾ കളയണം എന്നില്ല, അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ഞാനത് ഉപയോഗിക്കാറില്ല സാധാരണ. ഇത് ഒരു നല്ല വലിയ ഒരു സവാള നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടിയുടെ കുറച്ച് ആവശ്യം വേണ്ടി വരും. വേണമെങ്കിൽ ഇട്ടാൽ മതി. നോക്കാം. നമുക്ക് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, പിന്നെ അത്രയും തന്നെ കുരുമുളക് പൊടിയുണ്ട്. ഇനി ബാക്കി നമുക്ക് കാണാം. നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ഞാൻ പറഞ്ഞത് ഒരു സവാള അരിഞ്ഞ് വെച്ചത് വലിയ സവാളയാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിച്ചത്, 2 പച്ചമുളകുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇതൊരു വലിയ ഒരു ടൊമാറ്റോ അതും കഷ്ണിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് സവാള ഇട്ടിടുന്നു. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് എടുത്ത് വെച്ച് 2 പച്ചമുളക് വെറുതെ ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ്. അതും ഇതൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊന്ന് നോക്കണം. അല്പം ഉപ്പിടുകയാണ്. കാരണം നമ്മൾ ഇറച്ചിയിൽ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് കൂടണ്ട. അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പ് ഇട്ടേ ഉള്ളൂ. തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 സ്പൂണുണ്ട്. നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിനും നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിലേക്കിനി അരിഞ്ഞ് വെച്ച തക്കാളി ഇത് വേണം. ഇത് ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുരുമുളക്, നമ്മൾ അതിലിട്ടിട്ടുണ്ട് കുരുമുളക്, എന്നാലും ഒരല്പം കുരുമുളകും കൂടെ ഇടാം. ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കുരുമുളക്. നമുക്കിനി അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് അതും ഇതിലേക്ക് ഇടാൻ പോവാണ്. കണ്ടോ, വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഉണ്ടാവും. ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്
നമ്മുടെ ചിക്കൻ ഇതിലോട്ടിടാൻ പോകും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിടാൻ പോവാണ്. വെച്ചിട്ട് കിടക്കണില്ല, നല്ല വീട്ടിൽ ചട്ടിക്ക് ചട്ടിക്കകത്ത് പുരട്ടി വെച്ചിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ചട്ടിയിലുള്ള അരപ്പൊക്കെ നമുക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അതിലൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടി ഇവിടെ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നോക്കാം, തുറന്ന് നോക്കാം ഏതുവരെ എത്തിയിരുന്നു. മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇനിയാണ് ഇടാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് നോക്കട്ടെ, ഉരുളക്കിഴങ്ങ് നോക്കട്ടെ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇത് വരുള്ളൂ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറച്ചിയും നന്നായിട്ട് വെന്തു. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാനിവിടെ പൊടിക്കലാണിത്. നമുക്ക് മസാലപ്പൊടി ഇട്ടത് നമുക്കിതൊന്ന് ഇളക്കാം. നമുക്കിത് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് നോക്കാമല്ലേ. കണ്ടോ, ഉരുളക്കിഴങ്ങുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു. നമുക്കിനി ഇതിൻ്റെ പണിയുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഈ ഒരു കിലോയ്ക്ക് ഈ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്ക് ഒഴിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി നോക്കാം. ചെറിയൊരു പരിപാടി കൂടിയുണ്ട്, കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നോക്ക്. ഞാനൊരു ചെറിയൊരു സോസ് പാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, ഒരൽപ്പം. ഇതിലോട്ട് ചെറിയ ഉള്ളി, ഒരു 2 3 ഉള്ളി അരിഞ്ഞിടാം. 2 കണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഒരൽപ്പം ഇതിലോട്ട് ചെറിയ ഉള്ളി, ഒരു 2 3 ഉള്ളി അരിഞ്ഞിടാം. 2 കണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. വാടിയിട്ടുണ്ട്. കരിക്കണ്ട, മൂട്ടാൽ മതി. ഇത് നമ്മൾ ഇതിലോട്ട് ഇടണം. ഇപ്പം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതായത് പിന്നെ തിളപ്പിക്കരുത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ, ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരെന്തോ എനിക്കറിയില്ല, ചിക്കൻ പാൽക്കറിയെന്നോ എന്തെങ്കിലുമൊക്കെ പേരിടാം. ഇത് ഞങ്ങളുടെ നാടൻ തൃപ്പൂണിത്തുറക്കാരുടെ ഒരു കറിയാണ്, നാടൻ കറിയാണ്. നല്ല ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം, ചപ്പാത്തി, ദോശ എല്ലാത്തിനും നല്ലതായിരിക്കും ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.